Dear friends, you are welcome to Historia. അപ്പോൾ ഹിസ്റ്റോറിയുടെ പുതിയ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു ടോപ്പിക്കാണ്, ചെറിയ ടോപ്പിക്കാണ്. ഇന്ത്യൻ ബഡ്ജറ്റിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ബഡ്ജറ്റ് അല്ലെങ്കിൽ ബജറ്റ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മണി ബില്ല് എന്താണ് നമ്മൾ പഠിച്ചിരുന്നു. മണി ബില്ല് അല്ലെങ്കിൽ ധനകാര്യ ബില്ല്, അതിൻ്റെ ആർട്ടിക്കിൾ, മണി ബില്ല് എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ബഡ്ജറ്റിനെ കുറിച്ചാണ്. അപ്പോൾ പൊതുവെ നമുക്കറിയാലോ, പൊതുവെ നമ്മുടെ കേരള PSC ആണെങ്കിലും സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ ആണെങ്കിലും UPSC ആണെങ്കിലും SSC ആണെങ്കിൽ ധാരാളമായിട്ടും ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഇന്ത്യൻ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ബഡ്ജറ്റ് അല്ലെങ്കിൽ ബജറ്റ്, മലയാളത്തിൽ നമുക്ക് ബജറ്റ് എന്ന് പറയാം, ആ ബജറ്റുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കാൻ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക, വളരെ ഭംഗിയായിട്ട് പഠിക്കുക. ചെറിയ ടോപ്പിക്കാണ്, അത്ര വലിയ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു ടോപ്പിക്കാണ്, വെരി ഈസി ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. സോ ലിസൺ. അപ്പോൾ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് നമുക്ക് ആദ്യം പഠിക്കാനുള്ള ആർട്ടിക്കിളാണ്. ഭരണഘടന ആർട്ടിക്കിൾ എന്നുള്ളത് 112 ആണ്, 112 ഇന്ത്യൻ ഭരണഘടനയുടെ 112. ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ 112 നമ്മുടെ ബഡ്ജറ്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. മറക്കണ്ട, ആർട്ടിക്കിൾ 112 ഈസ് മെൻഷൻ അബൌട്ട് ഇന്ത്യൻ ബഡ്ജറ്റ്. അപ്പോൾ ബഡ്ജറ്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന ആർട്ടിക്കിൾ 112. ഇനി നമുക്ക് ഈ ബഡ്ജറ്റ് എന്ന് പറയുന്നത്, ഈ ബഡ്ജറ്റ് എന്ന വാക്ക് അത് നമ്മുടെ ഭരണഘടനയില്ല കേട്ടോ. ഈ ബഡ്ജറ്റ് എന്ന വാക്കിന് പകരം നമ്മുടെ ഭരണയിൽ ഉപയോഗിക്കുന്ന വാക്ക് എന്ന് പറയുന്നത് ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്നാണ്. എന്താണ് ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്? അപ്പോൾ ഓർത്തിക്കുക, annual financial statement. This word is used in Indian constitution against budget. Clear ആയോ? അപ്പോൾ ബഡ്ജറ്റിന് പകരമായി അല്ലെങ്കിൽ ബഡ്ജറ്റിനെതിരായി, ബഡ്ജറ്റിന് പകരമായി, ഇൻസ്റ്റെഡ് ഓഫ് ബഡ്ജറ്റിന് പകരമായി നമ്മുടെ ഭരണഘടനയിൽ ഉപയോഗിക്കുന്ന വാക്കാണ് ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ ബഡ്ജറ്റ് എന്ന വാക്ക് ഭരണഘടനയിലില്ല, പകരം ബഡ്ജറ്റിന് പകരം ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ആർട്ടിക്കിൾ 112 ഭരണഘടനയിൽ ബഡ്ജറ്റ് എന്ന വാക്ക് ഉപയോഗിക്കുന്നില്ല, പകരം ബഡ്ജറ്റിന് പകരം അവർ ഉപയോഗിക്കുന്ന വാക്കാണ് ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലോ? അപ്പോൾ ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് ഓർത്തിക്കുക. ഇനി നമുക്ക് ഈ ബഡ്ജറ്റ് ഇന്ത്യയിൽ ആരംഭിക്കുന്നത് ലോർഡ് കാനിങ്ങിന്റെ കാലഘട്ടമാണ്. ലോർഡ് കാനിങ്ങിന്റെ കാലഘട്ടമാണ് ബഡ്ജറ്റ് എന്ന ഒരു സംഭവം ഇന്ത്യയിൽ ആരംഭിക്കുന്നത്. അന്ന് 1860 കാലഘട്ടം, 1861 കാലഘട്ടത്ത് ലോർഡ് കാനിങ്ങിന്റെ കാലഘട്ടം അന്ന് ജെയിംസ് വിൽസൺ എന്ന് പറയുന്ന ബ്രിട്ടീഷുകാരാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. ആരാണ്? ജെയിംസ് വിൽസൺ. ഡ്യൂറിംഗ് ദി പീരീഡ് ഓഫ് ലോർഡ് കാനിങ്, ഫസ്റ്റ് ബഡ്ജറ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ഇന്ത്യ, ദാറ്റ് മീൻസ് ബ്രിട്ടീഷ് പീരീഡ്. ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ദാറ്റ് ഇസ് ഫസ്റ്റ് ടൈം ഇൻ ഇന്ത്യയിൽ ആദ്യമായിട്ടാണെങ്കിലും ബ്രിട്ടീഷ് ഭരണ കാലഘട്ടത്താണെങ്കിലും ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് ഡ്യൂറിംഗ് ദി പീരീഡ് ഓഫ് ലോർഡ് കാനിങ്. ലോർഡ് കാനിങ്ങിന്റെ കാലഘട്ടത്താണ്. ആരാണ് ആദ്യത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ച ആള്? ജെയിംസ് വിൽസൺ എന്ന് പറയുന്ന 1860-61 കാലഘട്ടത്താണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. അതിനുശേഷം പിന്നീട് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ആര് ബഡ്ജറ്റ് അവതരിക്കുന്നു? RK ഷൺമുഖം ചെട്ടി, പിന്നെ അത് കഴിഞ്ഞാൽ നമ്മുടെ ഡോക്ടർ ജോൺ മത്തായി, അത് കഴിഞ്ഞ് PC മഹേലാനോബിസ് തുടങ്ങിയ ആളുകളാണ്. അത് നമുക്ക് പറഞ്ഞു വരാം. അപ്പോൾ ഈ പറഞ്ഞ ബഡ്ജറ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. നമ്മൾ ഈ പറഞ്ഞ ഇന്ത്യയിൽ ആദ്യമായിട്ട് ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് ജെയിംസ് വിൽസൺ ആണ്. നമ്മുടെ ആടെ കാലഘട്ടത്താണ് ലോർഡ് കാനിങ്ങിന്റെ കാലത്ത് 1860-61 ഓർത്ത് വയ്ക്കുക. ഇതാണ് ബഡ്ജറ്റ്. ഇനി നമുക്ക് ഈ ബഡ്ജറ്റ് പൊതുവെ 3 തരത്തിലുള്ള ബഡ്ജറ്റ്. അല്ലെങ്കിൽ ഒന്ന് സർപ്ലസ് ബഡ്ജറ്റ് എന്ന് പറയും, മറ്റൊന്ന് ഡെഫിഷ്യറ്റ് ബഡ്ജറ്റ് എന്ന് പറയും, മറ്റൊന്ന് ബാലൻസ്ഡ് ബഡ്ജറ്റ് എന്ന് പറയും. എന്താ പറയാ? ഒന്ന് സർപ്ലസ് ബഡ്ജറ്റ്, മറ്റൊന്ന് ഡെഫിഷ്യറ്റ് ബഡ്ജറ്റ്, മറ്റൊന്ന് നമ്മൾ പറയുന്നത് ബാലൻസ്ഡ് സബ്ജക്ട്. അപ്പൊ അതിൽ ആദ്യത്തെ സർപ്ലസ് ബഡ്ജറ്റ് ഒന്ന് മിച്ച ബഡ്ജറ്റ് എന്ന് പറയുന്നത്. എന്താണ് മിച്ച ബഡ്ജറ്റ്? ദാറ്റ് മീൻസ് അത് എന്താ ഉദ്ദേശിക്കുന്നത്? സർപ്ലസ് ബഡ്ജറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്, സർപ്ലസ് ബഡ്ജറ്റ് ഈസ് എന്താണ്? ദാറ്റ് ഈസ് റവന്യൂ ഈസ് മോർ ദാൻ എക്സ്പെൻഡിച്ചർ. ദാറ്റ് ഈസ് സർപ്ലസ് ബഡ്ജറ്റ്. എന്ന് വെച്ചാൽ വരവ് കൂടുതൽ, ചെലവിനേക്കാൾ കൂടുതൽ വരവുണ്ട്. ദാറ്റ് മീൻസ് റെസീപ്റ്റ് ഈസ് മോർ ദാൻ എക്സ്പെൻഡിച്ചർ, അല്ലെങ്കിൽ റവന്യൂ ഈസ് മോർ ദാൻ എക്സ്പെൻഡിച്ചർ. നമ്മുടെ വരവ് ചെലവ് കണക്കിലാണ് ഒരു രാഷ്ട്രത്തിന്റെ ഒരു വർഷത്തെ മൊത്തം വരവ് ചെലവ് കണക്കിൽ നമ്മൾ ബഡ്ജറ്റ് എന്ന് പറയാം. അതറിയാലോ, ഒരു രാഷ്ട്രത്തിന്റെ ഒരു വർഷത്തെ മൊത്തം വരവ് ചെലവ്, എക്സ്പെൻഡിച്ചർ റെസീപ്റ്റ് എന്ന് പറയാം. റെസീപ്റ്റ് എന്ന് വെച്ചാൽ റവന്യൂ ആണ്. അപ്പോൾ ഒരു വർഷത്തെ വാർഷിക വരവ് ചെലവ് കണക്കിൽ നമ്മൾ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ വർഷത്തില് ചെലവിനേക്കാൾ നമ്മുടെ എക്സ്പെൻഡിച്ചർ അതിനേക്കാൾ കൂടുതൽ വരവുണ്ടെങ്കിൽ, റവന്യൂ ഉണ്ടെങ്കിൽ അതിന് നമുക്ക് എന്തായാലും സർപ്ലസ് ബഡ്ജറ്റ് എന്ന് വെച്ചാൽ മിച്ചം, ആവശ്യത്തിനേക്കാൾ കൂടുതൽ കിട്ടിയെന്ന് അർത്ഥം. അതാണ് സർപ്ലസ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഡെഫിഷ്യറ്റ് ബഡ്ജറ്റ്. ഡെഫിഷ്യറ്റ് വെച്ചാൽ കമ്മി ബഡ്ജറ്റ് എന്ന് പറയും. കമ്മി ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ എക്സ്പെൻഡിച്ചർ ഈസ് മോർ ദാൻ റവന്യൂ, അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചർ ഈസ് മോർ ദാൻ റെസീപ്റ്റ്. എന്ന് വെച്ചാൽ നമ്മുടെ വരവിനേക്കാൾ കൂടുതൽ ചെലവുണ്ടാവും. എന്ന് വെച്ചാൽ നമ്മുടെ റവന്യൂ എത്രയാണോ അതിനേക്കാൾ കൂടുതൽ ചെലവ്. നമ്മൾ പറയാം ചെലവ് കൂടി എന്ന് പറയില്ലേ. അപ്പൊ ചെലവ് കൂടുതലും വരവ് കുറവാണെങ്കിൽ അത് നമുക്ക് എന്താ ഡെഫിഷ്യറ്റ് ബഡ്ജറ്റ് എന്ന് പറയാം. ഡെഫിഷ്യറ്റ് ബഡ്ജറ്റ് പറയാം. ഇനി മൂന്നാമത്തെ ബാലൻസ്ഡ് ബഡ്ജറ്റ്. ബാലൻസ്ഡ് ബഡ്ജറ്റ് എന്ന് വെച്ചാൽ എക്സ്പെൻഡിച്ചർ ആൻഡ് റവന്യൂ ഈസ് ഈക്വൽ.
എക്സ്പെൻഡിച്ചർ ആൻഡ് റവന്യൂ ഈസ് ഈക്വൽ, വരവും ചെലവും തുല്യമായിട്ട് നിൽക്കുക. അതിന് നമ്മൾ എന്താ പറയുക, ബാലൻസ്ഡ് ബഡ്ജറ്റ് എന്ന് പറയാം. അപ്പൊ 3 തരത്തിലുള്ള ബഡ്ജറ്റുകളാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഒന്ന് സർപ്ലസ് ബഡ്ജറ്റ് അല്ലെങ്കിൽ മിച്ച ബഡ്ജറ്റ്, രണ്ടാമത് ഡെഫിഷ്യറ്റ് അല്ലെങ്കിൽ കമ്മി ബഡ്ജറ്റ്, മൂന്നാമത് ബാലൻസ്ഡ് ബഡ്ജറ്റ് അല്ലെങ്കിൽ സന്തുലിത ബഡ്ജറ്റ് എന്ന് പറയാം. ഇനി ബഡ്ജറ്റ് തയ്യാറാക്കുന്ന നമുക്കറിയാം കേന്ദ്ര ധനകാര്യ വകുപ്പാണ്. കേന്ദ്ര ധനകാര്യ വകുപ്പിന്റെ തന്നെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇക്കണോമിക് അഫയേഴ്സ് എന്ന് പറയുന്നൊരു വിങ് ഉണ്ട്. അതാണ് ഇവിടെ നോഡൽ ഏജൻസി ആയിട്ട് വർക്ക് ചെയ്തത്. ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റാണ്, ധനകാര്യ വകുപ്പിന്റെ തന്നെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇക്കണോമിക് അഫയേഴ്സ്, DEA എന്ന് പറയുക, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇക്കണോമിക് അഫയേഴ്സ്. അവരാണ് രാഷ്ട്രത്തിന്റെ ആ ഒരു ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കാനുള്ള അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു നോഡൽ ഏജൻസി ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ഇനി ബഡ്ജറ്റ് പൊതുവെ അവതരിപ്പിക്കുന്ന ആരാണ്? ഫിനാൻസ് മിനിസ്റ്റർ. നമുക്കറിയാം യൂണിയൻ ഫിനാൻസ് മിനിസ്റ്ററാണ് ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. ഇനി എന്നാണ് ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്? ബഡ്ജറ്റ് പൊതുവെ അവതരിപ്പിക്കുന്ന എന്നാണ് വെച്ചാൽ മിക്കവാറും കുട്ടികൾ പറയാം ഏപ്രിൽ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് സാമ്പത്തിക വർഷം ആരംഭമല്ല, അതുകൊണ്ട് അങ്ങനെ പറയാറുണ്ട്. അല്ലെങ്കിൽ മാർച്ച് 31 സാമ്പത്തിക വർഷം അവസാനിക്കുന്നു, ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. പക്ഷെ ഓർത്ത് വയ്ക്കുക, ഏപ്രിൽ 1 അല്ലെങ്കിൽ മാർച്ച് 31 അല്ല ബഡ്ജറ്റ് അവതരിപ്പിക്കുക. പൊതുവെ ദി ലാസ്റ്റ് വർക്കിംഗ് ഡേയ്സ് ഓഫ് ഓൾ ഫെബ്രുവരി എന്ന് പറയാം. എന്താ പറയാ? ദി ലാസ്റ്റ് വർക്കിംഗ് ഡേയ്സ് ഓഫ് ഓൾ ഫെബ്രുവരി. എല്ലാ ഫെബ്രുവരിയിലെ അവസാനത്തെ വർക്കിംഗ് ഡേയ്സ് ഏതാണോ, എല്ലാ ഫെബ്രുവരിയിലെ അവസാനത്തെ വർക്കിംഗ് ഡേയ്സ് ആണ്, ദാറ്റ് ഈസ് നോർമലി ബഡ്ജറ്റ് ഈസ് പ്രസന്റ്. അതാണ് പൊതുവെ ബഡ്ജറ്റ് അവതരിപ്പിക്കുക. പക്ഷേ 2015 മുതൽ നമ്മൾ മോദി ഗവൺമെന്റ് വന്നപ്പോൾ ആ ലാസ്റ്റ് വർക്കിംഗ് ഡേയ്സ് ഓഫ് ഓൾ ഫെബ്രുവരി എന്ന് പറയുക ഫെബ്രുവരി 1 ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. ഫെബ്രുവരി ഫസ്റ്റിനാണ് ഇപ്പോൾ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതെന്ന് കൂടി ഓർക്കുക. പക്ഷെ അത് ഓർക്കുക, റൂൾസ് അല്ല, നിയമമല്ല, ഭരണഘടനാപരമായിട്ടുള്ള സംബന്ധം ഒരു കസ്റ്റംസ് കീഴ്വഴക്കമായിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പോൾ ലാസ്റ്റ് വർക്കിംഗ് ഡേയ്സ് ഓഫ് ഓൾ ഫെബ്രുവരി ആണ്. ഫെബ്രുവരിയിൽ എല്ലാ അവസാനത്തെ വർക്കിംഗ്, അത് 28 29 25 ഏതാകും അവസാനത്തെ വർക്കിംഗ് ഡേയ്സ് എന്നാണ് പറഞ്ഞത്. അതായിരുന്നു. അത് മാറി ഇപ്പോൾ പൊതുവെ ഫെബ്രുവരി 1 ഇപ്പോൾ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് കൂടി ഓർത്തു വയ്ക്കും. ക്ലിയർ ആയില്ലോ? അപ്പോൾ ബഡ്ജറ്റ് എന്താണ്, അതിന്റെ ഒറിജിൻ പറഞ്ഞു, ജെയിംസ് വിൽസൺ ആണെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. 3 തരത്തിലുള്ള ബഡ്ജറ്റ് ഉണ്ടെന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി നമുക്കുണ്ട് ഇന്ത്യൻ ബഡ്ജറ്റ് ആദ്യകാലങ്ങളിൽ ജെയിംസ് വിൽസന്റെ കാലഘട്ടത്തിൽ ബഡ്ജറ്റ് ഒക്കെ അവതരിപ്പിക്കുന്നത് 2 ബഡ്ജറ്റ് ഒരുമിച്ചായിരുന്നു. അല്ലെങ്കിൽ 2 ബഡ്ജറ്റ്. ഒന്ന് റെയിൽവേ ബഡ്ജറ്റ്, റെയിൽവേ മന്ത്രി അവതരിപ്പിക്കുന്നത്. രണ്ടാമത്തെ യൂണിയൻ ബഡ്ജറ്റ്, നമ്മുടെ കേന്ദ്ര ധനകാര്യ മന്ത്രി അവതരിപ്പിക്കും. ഈ 2 ബഡ്ജറ്റും ഒരുമിച്ചാണ് അന്ന് ഇന്ത്യയിൽ അവതരിപ്പിച്ചത്. 1860 മുതൽ 61 മുതലുള്ള യൂണിയൻ ബഡ്ജറ്റിലെ റെയിൽവേ ബഡ്ജറ്റും ജനറൽ ബഡ്ജറ്റും ഒരുമിച്ചാണ് അവതരിപ്പിച്ചത്. പക്ഷെ 1919 മൊണ്ടേഗു ചെംസ്ഫോർഡ് ആക്ട്, നമുക്കറിയാലോ 1919 മൊണ്ടേഗു ചെംസ്ഫോർഡ് ആക്ട് പ്രകാരം അന്നൊരു കമ്മീഷൻ രൂപീകരിച്ചു. ദാറ്റ് ഈസ് ആക്വർത്ത് കമ്മീഷൻ, ACWORTH, ആക്വർത്ത് എന്നൊരു കമ്മീഷൻ രൂപീകരിച്ചു. ആ കമ്മീഷന്റെ റിപ്പോർട്ട് പ്രകാരം ഫ്രം 1924 ജനറൽ ബഡ്ജറ്റ് ആൻഡ് റെയിൽവേ ബഡ്ജറ്റ് ഈസ് സെപ്പറേറ്റഡ്. അപ്പോൾ മറക്കണ്ട, ഫ്രം 1924 ജനറൽ ബഡ്ജറ്റ് ആൻഡ് റെയിൽവേ ബഡ്ജറ്റ് സെപ്പറേറ്റഡ് ഓൺ ദി റെക്കമെൻഡേഷൻ ഓഫ് Acworth Commission. Clear? On the recommendation of Acworth Commission, general budget and railway budget separated in 1924. അപ്പോൾ 1924 മുതൽ നമ്മുടെ Acworth Commission ശുപാർശ പ്രകാരം റെയിൽവേ ബഡ്ജറ്റും ജനറൽ ബഡ്ജറ്റും സെപ്പറേറ്റ് ചെയ്തു. പിന്നെ റെയിൽവേ ബഡ്ജറ്റ് റെയിൽവേ മന്ത്രി അവതരിപ്പിക്കും, ജനറൽ ബഡ്ജറ്റ് യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ അവതരിപ്പിക്കും. ആ രീതിയിലേക്ക് മാറി. പക്ഷെ ഇപ്പൊ എങ്ങനെ നമ്മുടെ ഈ 2024 ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിന് 2 ഒരുമിച്ചാണ്. റെയിൽവേ ബഡ്ജറ്റും ജനറൽ ബഡ്ജറ്റും 2 ഒരുമിച്ചാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്ന് മുതൽ അത് 2 യൂണിഫൈഡ് ആയത്? ഓർത്തിക്കാം, ഫ്രം 2017 റെയിൽവേ ബഡ്ജറ്റ് ആൻഡ് ജനറൽ ബഡ്ജറ്റ് യൂണിഫൈഡ് ഓൺ ദി റെക്കമെൻഡേഷൻ ഓഫ് ബിബേക് ദിബ്രോയ് കമ്മിറ്റി. മറക്കരുത്, ജനറൽ ബഡ്ജറ്റ് ആൻഡ് റെയിൽവേ ബഡ്ജറ്റ് യൂണിഫൈഡ്, ദാറ്റ് ഈസ് മെർജ്ഡ് അല്ലെങ്കിൽ ക്ലബ്ഡ്, യൂണിഫൈഡ് ഫ്രം 2017 ഓൺ ദി റെക്കമെൻഡേഷൻ ഓഫ് ബിബേക് ദിബ്രോയ് കമ്മിറ്റി. നമ്മുടെ നീതി ആയോഗിലെ ഒരു മെമ്പർ ആയിരുന്ന ബിബേക് ദിബ്രോയ്. ആ ബിബേക് ദിബ്രോയ് ആണ് കേട്ടോ. ബിബേക് ദിബ്രോയ് പേരുകളെല്ലാം ഞാൻ സൈഡിൽ എഴുതുന്നുണ്ട്, അത് നോക്കി എഴുതിയെടുക്കുക, അല്ലെങ്കിൽ അത് നോക്കി മനസ്സിലാക്കുക കേട്ടോ. ആളുകളുടെ പേരുകൾ പ്രൊനൗൺസിയേഷൻ ക്ലിയർ ആവുന്നില്ലെങ്കിൽ സൈഡിൽ എഴുതുന്നത് നോക്കുക. ബിബേക് ദിബ്രോയ് കമ്മിറ്റി ശുപാർശ പ്രകാരം 2017 മുതൽ നമ്മുടെ റെയിൽവേ ബഡ്ജറ്റും ജനറൽ ബഡ്ജറ്റും ഉണ്ടാക്കിയ പറ്റി 2 ഒരുമിച്ച് അവതരിപ്പിക്കാറുണ്ട്. അപ്പൊ 2017 24 സെപ്പറേറ്റ് ചെയ്തത് 2017 മോദി ഗവൺമെന്റിന്റെ കാലത്ത് 2 കൂടി ഒരുമിച്ച് ഇന്ത്യയിൽ അവതരിപ്പിക്കാൻ തുടങ്ങിയത്. ക്ലിയർ ഓൺ ദി റെക്കമെൻഡേഷൻ ഓഫ് ബിബേക് ദിബ്രോയ് കമ്മിറ്റി. അപ്പൊ അവിടെ നമുക്കൊരു ചോദ്യമുണ്ട്, ഈ 2 യൂണിഫൈഡ് ബഡ്ജറ്റ് 2017 2 കൂടി ഒരുമിച്ചാണല്ലോ. ആ ഒരുമിച്ചുള്ള ആദ്യത്തെ യൂണിഫൈഡ് ബഡ്ജറ്റ് അവതരിപ്പിച്ചതാണ് എന്ന് വെച്ചാൽ 2017 ഫസ്റ്റ് യൂണിഫൈഡ് ബഡ്ജറ്റ് ഈസ് പ്രസന്റഡ് ബൈ ആരാണ്? അന്നത്തെ ധനകാര്യമന്ത്രിയായിരുന്ന അരുൺ ജെയ്റ്റ്ലിയാണ് ഈ ഏകീകൃത ബഡ്ജറ്റ് 2017 ശേഷമുള്ള ആദ്യത്തെ ഏകീകൃത റെയിൽവേ ബഡ്ജറ്റും ജനറൽ ബഡ്ജറ്റും കൂടിയുള്ള ഏകീകൃത ബഡ്ജറ്റ് അവതരിപ്പിച്ച വ്യക്തി അന്നത്തെ ധനകാര്യമന്ത്രി അരുൺ ജെയ്റ്റ്ലി ആണ്. ആരാണ്? അരുൺ ജെയ്റ്റ്ലി. ബാക്കിലേക്ക് 2016 എടുക്കുക.
2016 നമുക്കറിയാം, രണ്ട് സെപ്പറേറ്റ് ആണ്. റെയിൽവേ ബഡ്ജറ്റ് വേറെ അവതരിപ്പിച്ചു, ഫിനാൻസ് ജനറൽ ബഡ്ജറ്റ് വേറെ അവതരിപ്പിച്ചു. അപ്പൊ രണ്ടാണ്. അപ്പൊ 2016 ഒരു റെയിൽവേ ബഡ്ജറ്റ്, ഇൻഡിപെൻഡന്റ് റെയിൽവേ ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ 17 ശേഷം ഒന്നും റെയിൽവേ ബഡ്ജറ്റ് ഇല്ല, കാരണം രണ്ടും ഒരുമിച്ചാണ്. അപ്പൊ അവിടെ ചോദ്യം കിടക്കുന്നില്ല. എന്താ ചോദ്യം? ലാസ്റ്റ് ഇൻഡിപെൻഡന്റ് റെയിൽവേ ബഡ്ജറ്റ് പ്രസന്റഡ് ബൈ ഹൂം? അവസാനത്തെ സ്വതന്ത്ര റെയിൽവേ ബഡ്ജറ്റ് അവതരിപ്പിച്ചതാണ്. എന്നുവെച്ചാൽ 2016 അവസാനമായിട്ട് റെയിൽവേ ബഡ്ജറ്റ് അവതരിപ്പിച്ചതാണ്. അതിനുശേഷം റെയിൽവേ ബഡ്ജറ്റില്ല, പിന്നെ രണ്ടും കൂടി ഒന്ന് ജനറൽ ബഡ്ജറ്റാണ്. അപ്പൊ അവസാനത്തെ ഇൻഡിപെൻഡന്റ് സ്വതന്ത്രമായ അവസാനത്തെ റെയിൽവേ ബഡ്ജറ്റ്, ദാറ്റ് മീൻസ് 2016 റെയിൽവേ ബഡ്ജറ്റ് അവതരിപ്പിച്ചത് അന്നത്തെ റെയിൽവേ മന്ത്രിയായിരുന്ന സുരേഷ് പ്രഭു ആണ്. ആരാണ്? സുരേഷ് പ്രഭു. മറക്കരുത്, ആ പേര് അധികം കുട്ടികൾ ഓർത്ത് വയ്ക്കാറില്ല. എല്ലാവരും നിർമ്മലാ സീതാരാമൻ, അശ്വിനി കുമാർ വൈഷ്ണവ്, അതൊക്കെ തന്നെ ഓർത്ത് വയ്ക്കുക. അപ്പൊ ഓർത്ത് വയ്ക്കുക, സുരേഷ് പ്രഭു അവസാനത്തെ റെയിൽവേ ബഡ്ജറ്റ് അവതരിപ്പിച്ച ആള് സുരേഷ് പ്രഭു ആണെന്ന് കൂടി ഓർത്ത് വയ്ക്കുക. ക്ലിയർ ആയിക്കോ? അപ്പൊ ഇത്രയും ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട കാര്യം. ഇനി നമുക്ക് നമ്മുടെ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു നോക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇന്ത്യയിലെ ബഡ്ജറ്റ് എന്ന സംഭവം ആർട്ടിക്കിൾ 112 ആണ്. ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന വാക്കാണ് ബഡ്ജറ്റിന് പകരം നമ്മൾ ഭരണഘടനയിൽ കാണുന്നത്. ബഡ്ജറ്റ് എന്ന സംഭവം ഇന്ത്യയിലെ ലോർഡ് കാനിങ്ങിന്റെ കാലഘട്ടത്താണ്. കാനിങ്ങിന്റെ ജെയിംസ് വിൽസൺ ആദ്യമായി അവതരിപ്പിച്ചത്. 3 തരത്തിലുള്ള ബഡ്ജറ്റ് ഉണ്ട്. ഏതൊക്കെയാണ്? സർപ്ലസ് ബഡ്ജറ്റ് ഉണ്ട്, ഡെഫിഷ്യന്റ് ബഡ്ജറ്റ് ഉണ്ട്, അത് മീൻസ് ബാലൻസ്ഡ് ബഡ്ജറ്റ് ഉണ്ട് പറഞ്ഞു അല്ലെ. ഇനി ബഡ്ജറ്റ് ആദ്യമായിട്ട് അവതരിപ്പിച്ചത് ലോർഡ് കാനിങ് ജെയിംസ് വിൽസൺ ആണെന്നവർക്ക് നമ്മൾ പറഞ്ഞു. അതിനുശേഷം അക്കോർത്ത് കമ്മീഷൻ ശുപാർശ പ്രകാരം റെയിൽവേ ബഡ്ജറ്റും ജനറൽ ബഡ്ജറ്റും സെപ്പറേറ്റ് ചെയ്യപ്പെട്ടു. പിന്നീട് 2017 രണ്ടും കൂടി ഒരുമിച്ച് വിവേക് ദിബ്രോയ് കമ്മിറ്റി ശുപാർശ പ്രകാരം എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് അല്ലെ. സുരേഷ് പ്രഭു അവസാനത്തെ റെയിൽവേ ബഡ്ജറ്റ് അവതരിപ്പിച്ചു. അരുൺ ജെയ്റ്റ്ലി യൂണിഫൈഡ് ആയിട്ടുള്ള ആദ്യത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ചു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ഇന്ത്യൻ ബഡ്ജറ്റിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് PC മഹേലാനോബിസ് ആണ്. ആരാണ്? PC മഹേലാനോബിസ് ആണ് ഇന്ത്യൻ ബഡ്ജറ്റിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആള്. PC മഹേലാനോബിസ് ആണ്. അപ്പൊ ഫാദർ ഓഫ് ഇന്ത്യൻ ബഡ്ജറ്റ് മറക്കേണ്ട PC മഹേലാനോബിസ് ആണ്. ഇനി ഫസ്റ്റ് ബഡ്ജറ്റ് ഇൻ ഇന്ത്യ പ്രസന്റഡ് ബൈ ഹൂം ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്? സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ചത് RK ഷൺമുഖൻ ചെട്ടിയാണ്. മറക്കരുത്, സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ചത് RK ഷൺമുഖൻ ചെട്ടിയാണ്. പക്ഷേ ആഫ്റ്റർ ദി കോൺസ്റ്റിറ്റ്യൂഷൻ കെയിം ടു ഫോഴ്സ്, നമ്മുടെ ഭരണഘടന നിലവിൽ വന്നതിന് ശേഷം ആദ്യത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ചത് മലയാളിയായ ഡോക്ടർ ജോൺ മത്തായിയാണ്. മറക്കണ്ട, സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ബഡ്ജറ്റ് തന്നെ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം ആദ്യത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ചതാണ് RK ഷൺമുഖൻ ചെട്ടി. പക്ഷെ അതിനുശേഷം 1950 ഇന്ത്യ റിപ്പബ്ലിക് ആകുന്നില്ല, ഭരണഘടന നിലവിൽ വന്നു. ആ ഭരണഘടന നിലവിൽ വന്നതിന് ശേഷം ആദ്യത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ചതാണ് നമ്മൾ പറഞ്ഞാല് മലയാളിയായ ഡോക്ടർ ജോൺ മത്തായി എന്ന് പറയുന്നത്. ഇനി റിപ്പബ്ലിക് കഴിഞ്ഞു. അതിനുശേഷം നമ്മുടെ പാർലമെന്റ് രൂപം കൊള്ളുന്നു. 1952 ഏപ്രിൽ നമ്മുടെ രാജ്യസഭ രൂപം കൊള്ളുന്നു. മെയ്യില് ലോകസഭ രൂപം കൊള്ളുന്നു. അപ്പൊ ഈ ലോകസഭയും രാജ്യസഭയും രൂപം കൊണ്ടതിന് ശേഷം ആദ്യത്തെ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന ആളാണ് CD ദേശ്മുഖ് എന്ന് പറയുന്നത്. ആരാണ്? CD ദേശ്മുഖ്. അത് മറക്കണ്ട, സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ച RK ഷൺമുഖൻ ചെട്ടി. ഇന്ത്യ റിപ്പബ്ലിക് ആയതിനു ശേഷം ഭരണം നിലവിൽ വന്നതിന് ശേഷം ജോൺ മത്തായി. ലോകസഭയും രാജ്യസഭയും രൂപം കൊണ്ടതിന് ശേഷം ബഡ്ജറ്റ് അവതരിപ്പിച്ചാൽ CD ദേശ്മുഖ് എന്ന് ഓർത്ത് വയ്ക്കുക. ക്ലിയർ? അത്രയും ഓർത്ത് വയ്ക്കുക. ഇനി ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന ആദ്യത്തെ വനിത എന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധിയാണ്. ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന ആദ്യത്തെ വനിത ഇന്ദിരാഗാന്ധിയാണ്. രണ്ടാമത്തെ വനിത നമുക്കറിയാം ആരാണ്? നിർമ്മല സീതാരാമൻ. അപ്പൊ ഫസ്റ്റ് വുമൻ ഇൻ ഇന്ത്യ ഈസ് ബഡ്ജറ്റ് പ്രസന്റഡ് എന്ന് ചോദിച്ചത് ഇന്ദിരാഗാന്ധി. സെക്കൻഡ് വുമൻ ഇന്ത്യ ഇൻട്രൊഡ്യൂസ്ഡ് ബഡ്ജറ്റ് നിർമ്മല സീതാരാമൻ എന്ന് ഓർത്ത് വയ്ക്കുക. ക്ലിയർ ആയാലോ? ഇനി നമുക്ക് അതിലുണ്ട് ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് അവതരിപ്പിച്ച വ്യക്തി, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് മോസ്റ്റ് ടൈം ബഡ്ജറ്റ് അവതരിപ്പിച്ച മൊറാർജി ദേശായാണ്. അദ്ദേഹം ടോട്ടലി 10 ബഡ്ജറ്റുകളാണ് അവതരിപ്പിച്ചത്. ആരാണ്? മൊറാർജി ദേശായി. ഏറ്റവും കൂടുതൽ വെച്ചാൽ നമ്മുടെ ജവഹർലാൽ നെഹ്റുവിന്റെ കാലഘട്ടത്തും അതിനുശേഷം ലാൽ ബഹദൂർ ശാസ്ത്രി പ്രധാനമന്ത്രി എന്ന കാലഘട്ടം, ഈ 2 തവണയായിട്ട് 10 ബഡ്ജറ്റ്. ഇതാണ് മൊറാർജി ദേശായി. അപ്പൊ ഏറ്റവും കൂടുതൽ തവണ, മോസ്റ്റ് നമ്പർ ഓഫ് ടൈം, കിട്ടിയാം, ഏറ്റവും കൂടുതൽ തവണ ഇന്ത്യയിൽ ബഡ്ജറ്റ് അവതരിപ്പിച്ച മൊറാർജി ദേശായി 10 തവണയാണെന്ന് ഓർത്തിക്കുക. പക്ഷേ കോൺസിക്യൂട്ടീവ്ലി അദ്ദേഹം 6 തവണയാണ് അവതരിപ്പിച്ചത്. കോൺസിക്യൂട്ടീവ് മീൻസ് കണ്ടിന്യൂസ്ലി ആയിട്ട് തുടർച്ചയായി 6 ബഡ്ജറ്റ് മൊറാർജി ദേശായി അവതരിപ്പിച്ചുള്ളൂ. പക്ഷെ ഏറ്റവും കൂടുതൽ തവണ തുടർച്ചയായി ബഡ്ജറ്റ് അവതരിപ്പിച്ചത് നിർമ്മല സീതാരാമൻ 7 തവണയാണ്. ക്ലിയർ ആയ? ഏറ്റവും കൂടുതൽ തവണ എന്ന് പറയുന്നത് മൊറാർജി ദേശായി 10ആണ്. പക്ഷെ ഏറ്റവും കൂടുതൽ തവണ കണ്ടിന്യൂസ്ലി, ദാറ്റ് ഈസ് കണ്ടിന്യൂസ്ലി ഏറ്റവും കൂടുതൽ തവണ ബഡ്ജറ്റ് അവതരിപ്പിച്ചാൽ അത് നിർമ്മല സീതാരാമൻ. 7 ബഡ്ജറ്റുകളാണ് അദ്ദേഹം നിർമ്മല സീതാരാമൻ തുടർച്ചയായിട്ട് അവതരിപ്പിച്ചത്. അപ്പൊ ഏറ്റവും കൂടുതൽ തവണ മൊറാർജി ദേശായി സംശയമില്ല 10. പക്ഷെ ഏറ്റവും കൂടുതൽ തവണ തുടർച്ചയായിട്ട് അവതരിപ്പിച്ച ആരാഴ്ച നിർമ്മല സീതാരാമൻ തന്നെ. അതോടൊപ്പം തന്നെ
ഏറ്റവും ലെങ്തിയസ്റ്റ് ബഡ്ജറ്റ്, ഏറ്റവും ലോങ് ടൈം, ഏറ്റവും കൂടുതൽ സമയം ഉള്ള അല്ലെങ്കിൽ ഏറ്റവും വലിയ ബഡ്ജറ്റ്, ഏറ്റവും നീളം കൂടിയ ബഡ്ജറ്റ് അവതരിപ്പിച്ച നിർമ്മലാ സീതാരാമൻ തന്നെയാണ് 2020 ബഡ്ജറ്റാണ്. 2 മണിക്കൂറും 42 മിനിറ്റും 2 മണിക്കൂറും 42 മിനിറ്റുമാണ് നമ്മുടെ നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ച ബഡ്ജറ്റ്. ഇത് തന്നെയാണ് ഏറ്റവും ലെങ്തി ആയിട്ടുള്ള, ഏറ്റവും ലോങ്ങസ്റ്റ് ടൈം ആയിട്ടുള്ള ബഡ്ജറ്റ് നിർമ്മലാ സീതാരാമൻ. ഏറ്റവും ചെറുത് എന്നത് എച്ച് എം പട്ടേലിന്റെ കാലഘട്ടത്താണ്. അത് 800 വേർഡ്സുകൾ മാത്രം അവതരിപ്പിച്ച ഒരു ബഡ്ജറ്റായിരുന്നു കൂടി ഓർക്കുക. അപ്പൊ ഏറ്റവും കൂടുതൽ തവണ മൊറാർജി ദേശായി, ഏറ്റവും കൂടുതൽ തവണ കോൺസിക്യൂട്ടീവ്ലി ആയിട്ട് ആരാണ്? നിർമ്മലാ സീതാരാമൻ. ഏറ്റവും ലെങ്തിയസ്റ്റ്, ഏറ്റവും കൂടുതൽ ലെങ്ത് ആയിട്ടുള്ള, ഏറ്റവും നീളം കൂടിയ നിർമ്മലാ സീതാരാമൻ 2020 ബഡ്ജറ്റാണ്. 2020 ബഡ്ജറ്റ് 2 മണിക്കൂർ 42 മിനിറ്റ് എന്ന് ഓർത്ത് നോക്കി. ക്ലിയർ ആയില്ലോ? അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ എന്ന് ഓർത്ത് നോക്കി. ക്ലിയർ? അപ്പൊ ഇത്രയും നിങ്ങൾ ഇന്ത്യൻ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിച്ചു. അപ്പൊ ഇത് നമ്മൾ ബഡ്ജറ്റിന്റെ പ്രിൻസിപ്പൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്, ബേസിക് ആയിട്ടുള്ള കാര്യം. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ ബഡ്ജറ്റ് പഠിക്കുമ്പോൾ ഓരോ വർഷം അവതരിപ്പിക്കുന്ന ബഡ്ജറ്റ് നിങ്ങൾ എടുക്കണം. ആ ബഡ്ജറ്റ് എടുത്ത് നിങ്ങൾ അതിൽ ഓരോ വിഭാഗം സ്പെഷ്യലൈസ് ചെയ്ത് പറയും. ഫോർ എക്സാമ്പിൾ റെയിൽവേക്ക് എന്തൊക്കെ, റെയിൽവേ പുതിയ പ്രൊജക്ടുകൾ, അല്ലെങ്കിൽ പുതിയ വെൽഫെയർ സ്കീമുകൾ എന്താണോ, അല്ലെങ്കിൽ അങ്ങനെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കുറെ ഡാറ്റകൾ ഉണ്ടായിരിക്കും, കുറെ സ്റ്റാറ്റി ഉണ്ടായിരിക്കും. ആ സ്റ്റാറ്റിസ്റ്റിക്സും ഒന്ന് പഠിച്ചെടുക്കും. ബഡ്ജറ്റ് ഇത് നമ്മളൊരു പ്രിൻസിപ്പൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്, ഇത് ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇതിനോടൊപ്പം തന്നെ നിങ്ങൾ ഡാറ്റകളും അല്ലെങ്കിൽ അതിന്റെ സ്റ്റാറ്റിസ്റ്റിക്സും കൂടി ഓരോ വർഷം ബഡ്ജറ്റ് അറിയുമ്പോൾ ആ സ്റ്റാറ്റിസ്റ്റിക്സ് നിങ്ങൾ പഠിക്കണം. അപ്പൊ അത്രയും പഠിച്ചാൽ ബഡ്ജറ്റ് എന്ന ഭാഗം ക്ലിയർ ആവും. ബഡ്ജറ്റിന്റെ ഏത് ചോദ്യം ചോദിച്ചാലും നമുക്ക് കിട്ടാവുന്ന കാര്യം തന്നെ ഉള്ളൂ. ക്ലിയർ ആയില്ല? അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് ഓർത്ത് വയ്ക്കുക, പഠിച്ചു വയ്ക്കുക. ഇനി അടുത്ത ക്ലാസ്സിൽ വീണ്ടും നമുക്ക് പുതിയ ടോപ്പിക്കുമായി കണ്ടുമുട്ടാം. അതെല്ലാവർക്കും